ഗുഡ് മോർണിംഗ്. സോ നമ്മളിന്ന് ഒന്നും കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ്. സോ നാട്ടിലൊക്കെ ബേസിക്കലി നമുക്ക് 10 ദിവസമാണല്ലോ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബട്ട് ഹിയർ ഞങ്ങൾക്ക് വർക്കിൻ്റെ ഷെഡ്യൂളും കാരണങ്ങളും ഒക്കെ കാരണം ഞങ്ങൾ 2 ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നു. സോ യെസ്റ്റർഡേ വി വെൻറ്റ് ഔട്ട് ആൻഡ് ഹാഡ് ഓണം സദ്യ ഔട്ട് സൈഡ്. അപ്പോൾ ടുഡേ ഞങ്ങൾ വീട്ടിൽ ഇത് ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ ഫസ്റ്റ് ഓണമാണ്. സോ ഇവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. സോ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി ഞങ്ങൾ ഓണസദ്യയൊക്കെ അവിടെ സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. ബട്ട് സിൻസ് നാളെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ഫോർ അസ്. സോ ഞങ്ങൾ ഓണസദ്യ ഫ്രോസൺ ആയിട്ട് കിട്ടും, അപ്പം അത് വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ പോയി. എന്നിട്ട് കൃഷ്ണ സൂസിൽ നിന്നാണ് നമ്മൾ ഓണസദ്യ വാങ്ങിച്ചത്. ഇവിടെ ഹേസ് അടുത്തുള്ള ഒരു കടയാണ്. അവിടെ നിന്ന് നമ്മൾ പ്രിൻസ് ഫുഡിൻ്റെ ഓണസദ്യയുടെ ഒരു ഫീസ് ഫോർ 5 എന്ന് പറഞ്ഞിട്ടൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. സോ വി ബോട്ട് ഇറ്റ്. ഐ മീൻ ഇറ്റ് വാസ് റിയലി നൈസ് ടു ബി ഹോണസ്റ്റ്. ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു അത് യൂസ് ചെയ്യാനൊക്കെ. അത് വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ ടെസ്കോ പോയി 2 ബൊക്കെ മേടിച്ചു പൂക്കളിടാൻ വേണ്ടി. സോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൂവൊന്നും എനിക്ക് കിട്ടിയില്ല, ബിക്കോസ് ഞങ്ങൾ പെട്ടെന്നിട്ടൊരു പ്ലാൻ ആയതുകൊണ്ട്. അപ്പം ഈ ബൊക്കയിൽ നിന്നൊക്കെ ഞാൻ ഫ്ലവേഴ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്തു, ഫ്ലവേഴ്സ് മാറ്റി വെച്ചു. എന്നിട്ട് ആ ലീവ്സ് എല്ലാം ഡിസ്പോസ് ചെയ്തിട്ട് ഉള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് പൂക്കൾ വിട്ടത്. ആക്ച്വലി പൂക്കൾ ഞാൻ വിചാരിച്ചതിലും വളരെ മനോഹരമായിട്ട് വന്നായിരുന്നു കേട്ടോ. ബിക്കോസ് ഞാൻ ആ പൂവിൻ്റെ റോസായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്ന ഫ്ലവർ. റോസ് ഞാൻ അങ്ങനെ വെച്ചു. എന്നിട്ട് പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഡിസൈനൊക്കെ വെച്ചിട്ട് കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് വന്നായിരുന്നു. ആൻഡ് ഒരു ഓണം വൈബ് വരാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് പോയി തിരിച്ചു വന്നപ്പോൾ തന്നെ ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ട് സാരി മുണ്ടൊക്കെ ആയിട്ട് മാറി. അതിനുശേഷമാണ് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയത്. പൂക്കൾ ഇട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് സെറ്റാക്കാൻ തുടങ്ങി. ഇപ്പോൾ പപ്പടമൊക്കെ വറുക്കണം. ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇട്ട് കൊടുത്ത ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. പപ്പടമൊക്കെ വറുത്തു, ചോറിട്ടു. ചോറില്ല നോക്കിയിട്ടില്ല, ബട്ട് ചോറിട്ട് നമ്മൾ പിന്നെ കറിയൊക്കെ ഓരോന്നായിട്ട് ചൂടാക്കി ഈ വീട്ടിലിരുന്ന് കൈയൊക്കെ വെച്ച് കുഴച്ച് നമ്മുടെ മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് കഴിക്കുന്നതിൻ്റെ തൃപ്തി ഉണ്ടല്ലോ, അതിപ്പോഴാണ് കിട്ടിയത്. അപ്പം അതുകൊണ്ടൊരു സന്തോഷം. അങ്ങനെ സദ്യയും കഴിച്ചു, പായസവും കഴിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് റിലാക്സ്ഡായി, സന്തോഷമായി, സാറ്റിസ്ഫൈഡായി. അതിനുശേഷം ഞങ്ങൾ കുറച്ച് വരുന്ന പ്ലേ സ്റ്റേഷനൊക്കെ കളിച്ച് കുറച്ച് വീട്ടിയൊക്കെ പിടിച്ച് ഞാൻ ചോദിച്ചിട്ടാണ്. എന്നിട്ട് അന്നത്തെ ഓണപ്പരിപാടി വൈൻഡ്. പക്ഷെ അന്നത്തെ ദിവസത്തിൻ്റെ ബ്യൂട്ടി ശരിക്കും അന്നത്തെ ദിവസത്തെ മൂണിനായിരുന്നു കേട്ടോ. ആൻഡ് എൻ്റെ ഫോണിൻ്റെ സൂമിങ് കപ്പാസിറ്റി അടിപൊളി ആയതുകൊണ്ട് അത് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാനും എനിക്ക് പറ്റി. ഫുൾ മൂണായിരുന്നു, നല്ല ഭംഗിയായിരുന്നു അന്ന്. സോ ആ ഒരു ബ്യൂട്ടിയും കൂടെ വിറ്റ്നസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഡേ ആയിരുന്നു അന്ന്. എന്നൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ബൈ.